ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് ലൈബ. യെസ്. അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എലക്ഷൻ അല്ലേ, വോട്ട് ചെയ്യാൻ പോവാ. എന്റെ കന്നി വോട്ടാണ് ഗൈസ്. ഇവിടെ കന്നി വോട്ടാ. ഇവിടെ പഞ്ചായത്ത് വോട്ടേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അല്ലേ? യെസ്, രണ്ടു പ്രാവശ്യം പഞ്ചായത്ത് വോട്ട് ചെയ്തു. 2 പ്രാവശ്യം പഞ്ചായത്ത് വോട്ട് ചെയ്ത്, അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു മെയിൻ വോട്ട് ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതുവരെ എലക്ഷൻ കാർഡ് ഇല്ലേനു. അതെ, ഈ അടുത്താണ് നമ്മള് വ്ളോഗ് ഇട്ടില്ലേ? അല്ലെ, നമ്മളെ വ്ളോഗ് 4-5 മാസം അല്ലെ, ഒരാഴ്ചയൊക്കെ നമ്മൾ വന്നിട്ടുള്ളൂ. എലക്ഷന്റെ കറക്റ്റ് ടൈമിലാണ് ഇവിടെ ID കാർഡ് വന്നത്. നമ്മൾ കൊറേ മാസങ്ങളോളം ഇതിന്റെ പിന്നാലെ നടന്നു. അതെ, കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ID കാർഡ് കിട്ടിയത്. കാരണം നമ്മള് കഫേകളിലും അക്ഷയകളിലും ഒക്കെ കയറി നടന്നു. പിന്നെ നമ്മളൊരാളുണ്ട്, അയൽവാസി, ഒരു സാറല്ലേ, അപ്പൊ മൂപ്പരും കൊറേ മൂപ്പരും കൊറേ ഹെൽപ്പ് ചെയ്ത്. അപ്പൊ എന്താ പറയാ, നമ്മൾ വോട്ട് ചെയ്ത് വരാം. അങ്ങനെ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന എക്സൈറ്റ്മെന്റ് ലൈബ അല്ലേ? അപ്പൊ എല്ലാരും വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വോട്ട് ചെയ്ത് അവിടെ ഇപ്പൊ ഉമ്മനെ വിളിച്ചോ പറഞ്ഞ നല്ല തിരക്കാന്നാ പറഞ്ഞത്. ഉമ്മ കാരണം അവിടെ നമ്മളെ പാങ്ങാടിലെ മെയിൻ സെന്റർ ആ സ്കൂളാ. അപ്പൊ കൊറേ വോട്ടേഴ്സ് ഉണ്ട് അവിടെ വരാൻ വേണ്ടിട്ട്. ഞാൻ ഇപ്പം അവരൊക്കെ ചെയ്തു, ഉമ്മ ഇപ്പൊക്കെ ചെയ്ത്. എന്റെ ഉമ്മ അവിടെ പോയപ്പോ അത്ര തിരക്കില്ലല്ലോ. ഉമ്മ 7:15 പോയിട്ട് 8:45 വന്ന ആണ്. നമ്മള് തിരക്കാന്ന് പറഞ്ഞിട്ട് തൽക്കാലത്ത് ഉച്ച സമയം പിടിച്ചതാ. അപ്പൊ ഇതേമാതിരി നമ്മള് പോകുന്നമാതിരി എല്ലാരും ഉച്ചയാകുമ്പോ തിരക്കുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ. അതാണോട് ഞാൻ പറഞ്ഞു നമുക്ക് വൈകുന്നേരം പോവാന്ന്. വൈകുന്നേരം പോയ ഒരു 5 മണിയാകുമ്പോ കയറി അന്നങ്ങനെ ഉണ്ടാവും. അപ്പോഴും ആൾക്കാരുണ്ടാവില്ല. അപ്പൊ വിചാരിക്കും, അപ്പൊ ഇതേമാതിരി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. വൈകുന്നേരം പോയാൽ ആരും ഉണ്ടാവില്ല, എല്ലാരും രാവിലെ ഉച്ചക്കെ കൈരങ്ങ് തീർന്നു വയ്ക്കുണ്ടാവും. എല്ലാരും ഉണ്ടാവും ചിലപ്പോ വൈകുന്നേരം. അപ്പൊ ഇനി അങ്ങനെ നമ്മളെ ഇനി കുറച്ച് ഇവിടെ ഒരു വരും. അപ്പൊ നമ്മളെ ഇവന്റെ ID കാർഡ് കിട്ടിയതിനു ശേഷമുള്ള ആദ്യ വോട്ട് ചെയ്തു വരാം നമ്മൾ. ആഷിക, കന്നി വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അൽവ ഉണ്ടെന്ന് പറഞ്ഞു. അൽവ ഇട്ടേക്കും. അൽവേ? അതാ ഒരു റീല് കണ്ടതാ? ഞാൻ എന്തിനൊന്ന് കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കണല്ലോ. ചോദിച്ചു വാങ്ങിക്കണോ? അൽവ മാത്രമേ ഉള്ളൂ? അൽവ മാത്രമേ ഉള്ളൂ? സീരിയസ്ലി? ഞാൻ അങ്ങനെ എന്തോ റീല് കണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഉണ്ടെന്ന് തോന്നുന്നു, ഞാനും അങ്ങനെ എന്തോന്ന് കണ്ടിക്കും. കന്നി വോട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് കന്നി വോട്ടാ ചെയ്യുന്ന പോലെ അങ്ങനെ അറിയും. ഇവരോട് പറയേണ്ടി വരും വോട്ട് ചെയ്യാൻ. ഞാൻ ആദ്യമായിട്ടാ വരുന്നത്, എന്റെ അലുവ ഉണ്ടാന്ന് പറയേണ്ടി വരും. അങ്ങനെ ചോദിച്ചു വാങ്ങിക്കണോ? നമുക്ക് പോയി നോക്കാം. അലുവ അങ്ങനെ പ്ലേറ്റിട്ട് വെച്ച കണ്ടാൽ നമുക്ക് പറയാം. എനിക്ക് അലുവ ഇഷ്ടല്ല. അതാണ്. അപ്പൊ നമ്മൾ എന്തായാലും വോട്ട് ചെയ്ത് വരാം അല്ലേ? നമ്മളെ വോട്ടൊക്കെ ചെയ്ത് ഇപ്പൊ നമ്മൾ എന്താ പറയാ, നല്ല വിശപ്പ്. അപ്പൊ ഫുഡ് കഴിക്കാറിയാലോ ഇപ്പൊ? ഫുഡ് കഴിച്ചിട്ട് വരാം. നല്ല വിശപ്പ്, നല്ല വെയിലുമാണ്. പിന്നെ അത് ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നില്ല. ഇപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ എന്തായാലും കുറച്ച് ഫുഡ് കഴിക്കാൻ. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും ദാഹവും വിശപ്പും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഹിബയും നേരെ പോയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ എന്താ പറയുക, നല്ല വിശപ്പുണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്നായിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞത്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് പോകുന്ന വഴിയാണ് നമുക്ക് ചെറിയൊരു സങ്കടപ്പെടുത്തുന്ന ഒരു എന്താ പറയുക ഇൻസിഡൻറ്റ് നടന്നത്. ഞാൻ വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വണ്ടി ഒന്ന് തട്ടിപ്പോയി. ഞാൻ എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ റിവേഴ്സ് അടിക്കുമ്പോൾ ഒരു ബുള്ളറ്റും അതേമാതിരി തന്നെ കുറച്ച് ആൾക്കാരും വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ സൈഡ് എടുത്തപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, ബാക്കിലുള്ള ചെറിയൊരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ പോസ്റ്റിന് തട്ടിപ്പോയി. ഭയങ്കര ഒരു സങ്കടമുള്ള ദിവസം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടൊക്കെ ചെയ്ത് വന്ന് ചില റിവേഴ്സ് ഇറങ്ങിയ സമയത്ത് ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, ചെറിയൊരു പോസ്റ്റിന് മുകളിൽ ഇടിച്ച്. ഇനിയിപ്പോൾ നന്നാക്കാൻ കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ബെൻഡായിപ്പോയി. എന്താ പറയുക, നമ്മളങ്ങനെ നല്ലപോലെ കൊണ്ടെടുക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ഇങ്ങനെ പറ്റാൻ അറിയുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കേസാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയി. പെയിൻറ്റ് പോയാൽ മാത്രമല്ല, ഒന്ന് ചതുങ്ങിപ്പോയി, ബെൻഡായി പോയിട്ട് ഇനിയിതിപ്പോൾ മൊത്തം ഈ സൈഡ് മൊത്തം പെയിൻ്റ് അടിക്കേണ്ടി വരും. അത് മാത്രമേ ഇത് വലിച്ചിട്ട് നേരെ ആക്കേണ്ടി വരും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ട ഒരു ഗ്യാപ്പ് വന്നു. ഇതിപ്പോൾ പോയിട്ട് നന്നാക്കണം. എന്താ ചെയ്യുക, നല്ലൊരു 8-ൻ്റെ പണിയായി പോയി കിട്ടിയാൽ, വിചാരിക്കാണ്ട് കിട്ടിയ പണിയായിപ്പോയി. നോക്കി എന്നാ ശരിയാവില്ല അത്. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് റിവേഴ്സ് അടിച്ചതായിരുന്നു. അതായത് ഫുള്ള് വണ്ടി ശ്രദ്ധയില്ലേ? എന്നോട് പറഞ്ഞെന്താ, ഒരു സൈഡിൽ ബുള്ളറ്റ് വരുന്നുണ്ട്, ഒരു സൈഡിൽ വേറെ ഏതോ ആൾക്കാർ ആരൂടി പോയില്ല, ഇതൊക്കെ അവിടെ നിർത്തിയാ പോരേനോ. ഞാൻ ഇവളെ ഇറക്കി ഇങ്ങനെ റിവേഴ്സ് അടിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു വണ്ടിക്കാർ വന്ന സൈഡ് എടുത്ത് ബാക്കിൽ ഒരു ഫാമിലിയും വന്ന്. അപ്പോൾ എന്താക്കി, പെട്ടെന്ന് ഞാൻ റിവേഴ്സ് അടിച്ച് അവർക്ക് സൈഡ് എടുത്ത് റിവേഴ്സ് അടിച്ചപ്പോൾ അവിടെ ഒരു പോസ്റ്റ് കണ്ണിൽ പെടാണ്ട് പോയി. പിന്നെ കണ്ണിൽ പെടാണ്ട് ഡെയിലി കാണുന്ന പോസ്റ്റാ, മുന്നിൽ തന്നെയുള്ള വീടിന്റെ മുന്നിൽ തന്നെയുള്ള പോസ്റ്റാ.
ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ? സത്യസന്ധമായിട്ട് പറയണം നിങ്ങള്. ഇത് ഇന്നോടാണ് സംഭവിച്ചെങ്കിൽ നിങ്ങള് എന്തായിരിക്കും നിങ്ങളെ? എന്താവാന് വണ്ടി ആകുമ്പോ തട്ടിയും മുട്ട എന്നോട് സംഭവിച്ചല്ലോ. അതില്ല, അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഇതിപ്പോ നന്നാക്കണം. ഇത് കാണുമ്പോ ഞാനിങ്ങനെ ഇത് കണ്ട് റൂമിൽ പോയി ഞാനും ഓടും, പിന്നെയും വന്ന് നോക്കൂ. വന്ന് നോക്കിയാൽ മാറ്റൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ അത്യമാരകായിട്ടൊന്നും ഇല്ല, അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. ഇതൊക്കെ വണ്ടി മുമ്പേ കൊറേ കാലം, ഒരു 1-2 കൊല്ലം മുമ്പുള്ളതാ. ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് ടൈം സമയം അരിഞ്ഞു. എന്താ ചെയ്യാ? ഞാന് ഫസ്റ്റ് ഒച്ച അടിച്ചല്ലോ, അടിച്ച സമയത്ത് ഞാൻ എന്താ വിചാരിച്ചറിയോ, ഗ്ലാസ് പൊട്ടി എനിക്ക് പേടി വരും. ആ ഗ്ലാസ് ഞാൻ കാറ് വേഗം സൈഡാക്കിയിട്ട് മെല്ലെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഒന്നും പറ്റിക്കൊന്നുമില്ല, ബോഡിന്റെ അവിടേക്ക് താഴത്തേക്ക്. അപ്പൊ ഞാൻ സൈഡിലേക്ക് വന്നപ്പോ അല്ലേ എന്റെ ഹൃദയം പൊട്ടുന്ന സാധനം ഞാൻ കണ്ടത് ഇവിടെ. ക്ലിപ്പാണ്, ക്ലിപ്പ് അടക്കം പുറത്തേക്ക് വന്നത്. എന്താക്കാനാ, ഇനിയിപ്പോ നന്നാകും കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ തൽക്കാലം അവിടെ നിക്കട്ടെ വെച്ചിട്ട്. ഇനി ഇങ്ങനെ ഓടിക്കാനുള്ളതല്ലേ. ഞാൻ ആകെ ഓടിച്ച 10 കിലോമീറ്റർ അല്ലേ. അതല്ലേ, ഈ സൈഡൊന്നും നമുക്ക് വലിയ ഇങ്ങനെ പറ്റിയില്ല. ഇപ്പൊ 2 മൂല ചെറിയ 2 ഇതെല്ലാം നല്ലാണ്ടല്ലേ. സാരല്ല, ഇനിയിപ്പോ നന്നാൻ കൊടുക്കണ്ടേ. ഇപ്പൊ ഇതാണ് പ്രശ്നം. എനിക്ക് ഒന്നാമത് കാർ ഇങ്ങനെ പറ്റിയ എന്തോ ഒരു മാതിരി. പിന്നെ എനിക്കൊരു മൂഡ് ഔട്ട് ചെയ്യും കാറിന്റെ കാര്യത്തിൽ ഇങ്ങനൊരു പ്രശ്നം. കാരണം വെച്ചാൽ കാർ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സംഭവമാണല്ലോ. അതൊരു നമ്മളൊരു ഞാനിവള് അതേമാതിരി നമ്മളെ 3ാമത്തെ ഒരാളെ കാർ. അപ്പൊ നമ്മള് കാർ അങ്ങനെയാണ്. കാരണം അല്ലേ, കാർ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്ത് കൊടുക്കുന്ന അങ്ങനെ ഞാൻ കൊടുക്കുന്ന. പക്ഷെ കാറിനൊക്കെ പറ്റുമ്പോൾ എന്തോ മാതിരിയാ. സീരിയസ്ലി ആഷിക്കൊക്കെ ശ്രദ്ധയില്ലാത്തതിനോട് മാത്രം പറ്റിയതെന്ന്. അല്ലാണ്ട് ഇത് മാരകമായിട്ടുള്ള ട്രാഫിക്കിലോ ഒന്നുമല്ല. ബാക്ക് നല്ലോണം കൊണ്ടുപോയി. ഇനിയിപ്പോ ഡെയിലി ഇത് കാണുമ്പോ സങ്കടം. ഇത് കാണുമ്പോൾ നോക്കാം. ഇനി ഒരു ആഴ്ച 2 ആഴ്ച കഴിഞ്ഞാലേക്ക് ഇങ്ങനെ ഒന്ന് മാറി വരും. ഇനി നന്നാക്കിയാലേക്കും. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കാം തൽക്കാലം നിൽക്കട്ടെ. ഇനിയിപ്പോ എന്തായാലും ഇവയൊക്കെ സ്ഥിരം ഓടിക്കാൻ പോകല്ലേ, വെറുതെ പറയാട്ടോ. ഞാൻ വിചാരിച്ചു തൽക്കാലം നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നായിട്ട് ക്ലൈം ചെയ്യാന്ന് വിചാരിച്ച്. തൽക്കാലം നിൽക്കട്ടെ, നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഭയങ്കര സങ്കടമായി. കാരണം നമ്മളിന്നൊരു ഹാപ്പി ദിവസമായിരുന്നു. നമ്മളെ വോട്ടേക്കനൊക്കെ ഇറങ്ങി നല്ല ദിവസമായിരുന്നു ഈ എൻഡിങ് വരെ. ഇത് നമ്മളെ ഫുൾ ഡേ പോക്കി. ഡേ ഫുള്ളും എന്താ പറയുക, ഒരു സാഡ് മൊമെന്റിലേക്ക് മാറി. അപ്പോൾ അങ്ങനെയാണ്.